ഒരു റെയിൽ ബജറ്റ് കൂടി എത്തുമ്പോൾ കൊച്ചിയിലെ ട്രെയിൻ യാത്രക്കാർ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് സൌത്ത് റെയിൽവേ സ്റ്റേഷനിലെ കിഴക്കേ കവാടത്തിന് ശാപമോക്ഷം ലഭിക്കുമോ എന്നതാണ്. GCDA പണിത കെട്ടിടം പൂർണ്ണമായും ഏറ്റെടുത്ത് സൌകര്യങ്ങൾ ഒരുക്കാത്തത് പാളിയ ആസൂത്രണത്തിന്റെ ഉത്തമ ഉദാഹരണമായി തുടരുന്നു. ഇത് സൌത്ത് റെയിൽവേ സ്റ്റേഷന്റെ കിഴക്കേ കവാടം. പുറമേ നിന്ന് നോക്കിയാൽ കെട്ടിലും മട്ടിലും യാതൊരു കുറവുമില്ല. പക്ഷേ കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയണമെങ്കിൽ ഉള്ളിൽ കടക്കണം. വിശാല കൊച്ചി വികസന അതോറിറ്റി നിർമ്മിച്ച വിശാലമായ കെട്ടിടം ഏറെക്കുറെ ഒഴിഞ്ഞ സ്ഥിതിയിലാണ്. ഒരു ദശാബ്ദം മുമ്പ് പണി പൂർത്തിയായ കെട്ടിടത്തിനുള്ളിൽ ആകെയുള്ളത് ഒരു ടിക്കറ്റ് കൌണ്ടർ മാത്രം. കെട്ടിടത്തിനുള്ളിൽ ഏറ്റവും കൂടുതലുള്ളത് പരസ്യ ബോർഡുകൾ. യാത്രക്കാർക്ക് അല്പനേരം ഒന്ന് വിശ്രമിക്കണമെന്ന് വെച്ചാലോ മറ്റൊന്നും വിചാരിക്കരുത്, തറ തന്നെ ശരണം. ടോയ്ലറ്റ് സൌകര്യം ലഭ്യമാണ്, പക്ഷേ ആവശ്യക്കാർ വെള്ളം കരുതണമെന്ന് മാത്രം. ഇനി ഇവിടെ എത്തുന്ന യാത്രക്കാർക്ക് യാത്ര സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടായാൽ ആ സംശയത്തിനും റെയിൽവേ പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. റെയിൽവേ ഏറ്റെടുത്തിട്ടുള്ള ഈ ബിൽഡിംഗ് ഈ താഴത്തെ ഫ്ലോർ മാത്രമേ ഏറ്റെടുത്തുള്ളൂ. ആ ഒരു തർക്കം നിലനിൽക്കുന്ന കാരണമാണ് ഈ ഓട്ടോ എല്ലാം ബാധിക്കണം, ജനങ്ങളെയും ബാധിക്കണം. ടോയ്ലറ്റ് ആണെങ്കിൽ ഫുൾ ടൈം അവിടെ വെള്ളം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ആൾക്കാർ മിക്കവരും വരാറില്ല. അങ്ങനെ അത് ഞങ്ങൾ ഓട്ടോ ഇല്ലാതെ ഇങ്ങനെ കിടക്കുന്നത് 2 മണിക്കൂറായിട്ട് കിടക്കുന്നത്. ഇവിടുത്തെ ഈ പ്ലാറ്റ്ഫോം എത്രയും പെട്ടെന്ന് ശരിയായി കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ വണ്ടികൾ കയറാനുള്ള സൗകര്യം ഉണ്ടാവും. കിഴക്കേ കവാടം പ്രവർത്തനം തുടങ്ങിയതോടെ മികച്ച കച്ചവടം പ്രതീക്ഷിച്ച് തുടങ്ങിയ പല വ്യാപാര സ്ഥാപനങ്ങളും ഇന്ന് കടുത്ത നഷ്ടത്തിലാണ്. സ്ഥലപരിമിതിയും കാലപ്പഴക്കവും മൂലം പ്രധാന കെട്ടിടം ശ്വാസം മുട്ടുമ്പോഴും അടിസ്ഥാന സൌകര്യമുണ്ടായിട്ടും അത് വിനിയോഗിക്കാത്തതാണ് കിഴക്കേ കവാടത്തിലെ പ്രധാന പ്രശ്നം. റെയിൽവേ ഈ കെട്ടിടം ഏറ്റെടുക്കുക എന്നതാണ് നിലവിലെ അവസ്ഥയ്ക്കുള്ള പരിഹാരം. വിലയുടെ കാര്യത്തിൽ GCDAയുമായി ചർച്ചയിലെത്താത്തതാണ് ഏറ്റെടുക്കൽ നീട്ടിക്കൊണ്ടു